ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ കുറച്ച് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് നമുക്കിനി പഠിക്കാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ സ്ട്രെസ് അനാലിസിസും സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പഠിച്ചു. തേർഡ് മൊഡ്യൂളാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്ഷൻ്റെ കേസിൽ എങ്ങനെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ റെക്ടാംഗിൾ സെക്ഷൻ്റെ കേസിൽ അതിൻ്റെ സെൻട്രോയിഡൽ എക്സ് ആക്സിസിലൂടെയും സെൻട്രോയിഡൽ വൈ ആക്സിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, അതുപോലെ തന്നെ സർക്കുലർ സെക്ഷൻ്റെ കേസിൽ ട്രയാങ്കുലർ സെക്ഷൻ്റെ കേസിൽ പിന്നെ ഹോളോ സർക്കുലർ സെക്ഷൻ വന്നാൽ, ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ വന്നാൽ, അങ്ങനെ കുറേ കേസസ് സെമി സർക്കിളിൻ്റെ കേസിൽ അതൊക്കെ നമ്മൾ പഠിച്ചു. അതിൻ്റെയൊക്കെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഓരോ കേസിന്. നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെ സിമ്പിളായിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് ഡയറക്റ്റായിട്ട് ആ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ്. ഇത് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. എന്തായാലും നമ്മൾ കുറച്ചുകൂടി ടഫായിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ് വരിക. മീൻസ് നമുക്കൊരു കോമ്പോസിറ്റ് സെക്ഷൻ്റെ കേസിൽ എങ്ങനെയാണ് ഒരു ഐ സെക്ഷൻ, കോമ്പോസിറ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഐ സെക്ഷനോ എൽ സെക്ഷനോ അല്ലെങ്കിൽ ഒരു ടി സെക്ഷനോ, അതിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നുള്ള പ്രോബ്ലമാണ് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് മാത്രം പഠിപ്പിക്കുന്നതാണ്. ഒരിക്കലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് വരും നിങ്ങൾ വിചാരിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് കുറച്ചുകൂടി അതായത് കോമ്പോസിറ്റ് സെക്ഷൻ്റെ കേസിൽ പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് എപ്പോഴും ചോദിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു എങ്ങനെയാണ് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടതെന്ന് ഫെമിലിയർ ആവാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ 3 mm wide and 40 mm deep about x axis and y axis. Find the moment of inertia of a rectangular section. Rectangular section moment of inertia ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് 30 mm width 30 mm and 40 mm deep. ഡെപ്ത് എന്ന് പറയുന്നത് 40 mm ആണ്. ഓക്കെ, അതിൻ്റെ കേസിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്, സെൻട്രോയിഡൽ എക്സ് ആക്സിസും അതുപോലെ തന്നെ സെൻട്രോയിഡൽ വൈ ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ റെക്ടാങ്കുലർ സെക്ഷൻ്റെ കേസിൽ അതിൻ്റെ സെൻട്രോയിഡൽ എക്സ് ആക്സിസ്, ദാറ്റ് ഈസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ്, ദാറ്റ് ഈസ് ഐ എക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? എക്സ് ആക്സിസിലൂടെ ഇതാണ് സെൻട്രോയിഡ് എന്ന് വിചാരിച്ചാൽ അതിലൂടെയുള്ള എക്സ് ആക്സിസ് ഇതാണെങ്കിൽ അതിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? ബി ഇൻറ്റു ഡി ക്യൂബ് ബൈ 12. അതായത് വിഡ്ത്ത് ബിയും അതിൻ്റെ ഡെപ്ത് ഡിയും ആണെങ്കിൽ എന്താ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ? ബി ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ 12 എന്നാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത് അല്ലേ? അതായത് എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള സൈഡ് അത് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡിൻ്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 12. ഓക്കെ, ഇനി വൈ ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? വൈ ആണെങ്കിൽ ഇതാണ് വൈ ആക്സിസ് എന്ന് വിചാരിക്കുക, സെൻട്രോയിഡൽ ആക്സിലൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ വൈ ആക്സിന് പാരലൽ ആയിട്ടുള്ള സൈഡ് ഏതാണ്? വൈ ആക്സിസിന് ഇതാണ് വൈ ആക്സിസ്, അതിന് പാരലൽ ആയിട്ടുള്ള സൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെപ്ത് ഡി അല്ലേ? അപ്പോൾ ഡെപ്ത് ഡി ഇൻറ്റു ഇനി ആ വൈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് ബി അല്ലേ? ഡി ഇൻറ്റു ബി ക്യൂബ് ഡിവൈഡഡ് ബൈ 12 വരും. ഓക്കെ, അപ്പം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ എക്സ് ആക്സിസ് ഐ എക്സ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി ക്യൂബ് ഡിവൈഡ് ബൈ 12. Then moment of inertia about the centroidal y axis I y is equal to d into b cube by 12. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂസ്. ബി എത്രയാണ്? വിഡ്ത്ത് തന്നിരിക്കുന്നത് 30 mm ആണ്, ഡെപ്ത് തന്നിരിക്കുന്നത് 40 mm ആണ്. Then substitute b and d in the equation I x and I y. Then we will get the value, that is I x is equal to 160 into 10 raised to 3 mm raised to 4. യൂണിറ്റ് അറിയാലോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ റൈസ് ടു 4 അല്ല മീറ്റർ റൈസ് ടു 4 ഏതാണെന്ന് വെച്ചാൽ അത്. ഓക്കെ, റൈസ് ടു 4 ആണ് വരിക. സോ നമുക്ക് ബീൻ്റെ ഡീൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി 30യും ഡി 40 ആണ്. സോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 160 ഇൻറ്റു 10 റൈസ് ടു 3 mm റൈസ് ടു 4 വരും ഐ എക്സിൻ്റെ വാല്യൂ. ദെൻ വൈ ആണെങ്കിൽ എന്താണ്? 40 ഇൻറ്റു 30 ക്യൂബ് ഡിവൈഡ് ബൈ 12 വരുമ്പോൾ 90 ഇൻറ്റു 10 റൈസ് ടു 3 mm റൈസ് ടു 4 വരും. സോ നമുക്ക് റെക്ടാങ്കുലർ സെക്ഷൻ്റെ കേസിൽ അതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിലൂടെയുള്ള ഐ എക്സ് ആൻഡ് ഐ വൈ സെൻട്രോയിഡൽ എക്സ് ആക്സിസും സെൻട്രോയിഡൽ വൈ ആക്സിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ വാല്യൂ കിട്ടി. ഐ എക്സ് എന്ന് പറഞ്ഞാൽ 160 ഇൻറ്റു 10 റൈസ് ടു 3 mm റൈസ് ടു 4,
then IYY is equal to 90 into 10 raised to 3 mm raised to 4. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളാണ്, ഡയറക്റ്റായിട്ട് ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് find the moment of inertia of a hollow rectangular section about its centroidal. hollow rectangular section ആണ്, about its centroidal center of gravity if the external dimensions are breadth 60 mm, depth 80 mm and internal dimensions are breadth 30 mm and depth 40 mm. ഓക്കെ, എക്സ്റ്റേണൽ ഡയമെൻഷനും ഇൻറ്റേർണൽ ഡയമെൻഷനും തന്നിട്ടുണ്ട്. ആ ഒരു ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ്റെ എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു റെക്റ്റാങ്കിൾ, ആ ഹോളോ റെക്റ്റാങ്കിളിൻ്റെ എക്സ്റ്റേണൽ ഡയമെൻഷൻ തന്നിരിക്കുന്നത്, എക്സ്റ്റേണൽ വിഡ്ത്ത് തന്നിരിക്കുന്നത്, എക്സ്റ്റേണൽ വിഡ്ത്ത് 60 mm and its external depth is 80 mm. okay, and internal width is 30 mm and internal depth is 40 mm. okay, അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡൽ എക്സ് ആക്സിസും സെൻട്രോയിഡൽ വൈ ആക്സിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇക്വേഷൻ നമുക്കറിയാം. സെൻട്രോയിഡൽ എക്സ് ആക്സിസ് ആണെങ്കിൽ ബി ഇൻറ്റു ഡി ക്യൂബ് ഡിവൈഡ് ബൈ 12 മൈനസ് B1 D1 ക്യൂബ് ബൈ 12. ഓക്കെ, സെൻട്രോയിഡൽ വൈ ആക്സിസ് ആണെങ്കിൽ ഡി ഇൻറ്റു ബി ക്യൂബ് ഡിവൈഡ് ബൈ 12 മൈനസ് D1 B1 ക്യൂബ് ബൈ 12. ഓക്കെ, ബി ഒന്നുകിൽ ക്യാപിറ്റൽ ബി അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ബി എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്മോൾ ബി അല്ലെങ്കിൽ B1 യൂസ് ചെയ്യാം. ബി എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്റ്റേണൽ വിഡ്ത്തും B1 എന്ന് പറയുന്നത് ഇൻറ്റേർണൽ വിഡ്ത്തും. ഓക്കെ, ഡി എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഡെപ്ത്ത്, D1 എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ഡെപ്ത്ത്, അതിൽ ഉദ്ദേശിക്കുന്നത്. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, IXX ആൻഡ് IYYൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞാണ് ഈ ഇക്വേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കട്ടെ, രണ്ട് പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫൈൻഡ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സർക്കുലർ സെക്ഷൻ ഓഫ് 50 mm ഡയമീറ്റർ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ. ഒരു സർക്കിളാണ്, അതിൻ്റെ ഡയമീറ്റർ പറഞ്ഞിരിക്കുന്നത് 50 mm ആണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. സെൻട്രോയിഡൽ എക്സ് ആക്സിസ് ആയാലും സെൻട്രോയിഡൽ വൈ ആക്സിസ് ആയിക്കഴിഞ്ഞാലും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് IXX ഈസ് ഈക്വൽ ടു IYY ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, പൈ ഡി റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 64. അതാണ് ഇക്വേഷൻ. IXX ഈസ് ഈക്വൽ ടു IYY ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഡി റൈസ് ടു 4 ബൈ 64. ഓക്കെ, ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് ക്വസ്റ്റ്യനിൽ 50 mm ഡയമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും പൈ ഇൻറ്റു 50 റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 64. ആൻസർ വരുന്നത് 307 ഇൻറ്റു 10 റൈസ് ടു 3 mm റൈസ് ടു 4 ആണ്. ദാറ്റ് ഇസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സെൻട്രോയിഡൽ ആക്സിസ്, സെൻട്രോയിഡൽ എക്സ് ആക്സിസ് ആൻഡ് സെൻട്രോയിഡൽ വൈ ആക്സിസ്. ഒരു സർക്കുലർ സെക്ഷൻ്റെ കേസിൽ ഇക്വേഷൻ പൈ ഡി റൈസ് ടു 4 ബൈ 64. ഓക്കെ, ഡയമീറ്ററിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കാം. അപ്പം എല്ലാവരും പ്രോബ്ലം ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഹോളോ സർക്കുലർ സെക്ഷൻ്റെ പ്രോബ്ലമാണ്. A hollow circular section has an external diameter 80 mm and an internal diameter of 60 mm. Find the moment of inertia about the horizontal axis passing through its center. അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ഹൊറിസോണ്ടൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രോയിഡൽ എക്സ് ആക്സിസ്. അപ്പോൾ ഒരു ഹോളോ സർക്കിളിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ എത്ര തന്നിരിക്കുന്നത്, എക്സ്റ്റേർണൽ ഡയമീറ്റർ തന്നിരിക്കുന്നത് 80 ആണ്. ഇൻറ്റേർണൽ ഡയമീറ്റർ വന്നിരിക്കുന്നത് 60 ആണ്. ഇൻറ്റേർണൽ ഡയമീറ്റർ 60 mm ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സെൻട്രോയിഡൽ ഹൊറിസോണ്ടൽ ആക്സിലൂടെയാണ് കണ്ടുപിടിക്കാൻ. അതായത് സെൻട്രോയിഡൽ എക്സ് ആക്സിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ച ഹോളോ സർക്കുലർ സെക്ഷൻ്റെ കേസിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IXX ഈസ് ഈക്വൽ ടു പൈ ബൈ 65 ഡി റൈസ് ടു 4 ബൈ 64 ആണ് നമ്മുടെ സർക്കിളിൻ്റെ കേസിൽ. ഇനി ഹോളോ ആണെങ്കിൽ പൈ ബൈ 64 ഇൻറ്റു എക്സ്റ്റേണൽ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി മൈനസ് ഇൻറ്റേർണൽ ഡയമീറ്റർ സ്മോൾ ഡി. അതായത് പൈ ബൈ 64 ഇൻറ്റു ഡി റൈസ് ടു 4 മൈനസ് സ്മോൾ ഡി റൈസ് ടു 4. അതാണ് വരിക. ഓക്കെ, അതാണ് ഹോളോ സർക്കുലർ സെക്ഷൻ്റെ കേസിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. പൈ ഡി റൈസ് ടു പൈ ബൈ 64 ഇൻറ്റു ഡി റൈസ് ടു 4 മൈനസ് സ്മോൾ ഡി റൈസ് ടു 4. ഓക്കെ,
അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ്റ്റേണൽ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി, ഇൻറ്റേർണൽ ഡയമീറ്റർ സ്മോൾ ഡി, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1374 × 10⁻³ mm⁻⁴. നിങ്ങൾ സിംപ്ലി ഇത് നോക്കിയിട്ട് വാല്യൂസ് അങ്ങനെ ഡയറക്റ്റ് എഴുതി വെക്കാൻ പാടില്ല. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇത് ബേസിക് ആയിട്ടുള്ള ഇത് അറിയെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കോമ്പോസിറ്റ് സെക്ഷൻ്റെ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. An isosceles triangular section ABC has a base width 80 mm and height 60 mm. ഒരു isosceles triangle ആണ് പറയുന്നത്. ഓക്കെ, determine the moment of inertia of the section about the center of gravity of the section and the base BC. ഒരു isosceles triangle ആണ്. അതിൻ്റെ എന്താ പറഞ്ഞിരിക്കുന്നത്, ബേസ് ബി എന്ന് പറയുന്നത് ഇത് 80 mm ആണ് ബേസ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 60 mm ആണ് പറഞ്ഞിരിക്കുന്നത്. ഡിറ്റർമൈൻ ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സെക്ഷൻ അബൌട്ട് ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ സെക്ഷൻ ആൻഡ് ദ ബേസ് ബി സി. ഇതാണ് ബേസ് ബി സി. ഓക്കെ, അപ്പോൾ ഈ ബേസ് ബി സിയിലൂടെയുള്ള എക്സിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഇക്വേഷൻ വേണം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ വാല്യൂവും കണ്ടുപിടിക്കണം. അതുപോലെ ഇവിടെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്കിൽ ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ വാല്യൂവും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IXX അല്ലെങ്കിൽ എന്ത് പറയാം IG എന്ന് പറയാം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെയാണ്. സോ IG എന്നുകൂടി നമുക്കതിന് IG എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ IXX അല്ലെങ്കിൽ IG എന്താണ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത്, സെൻട്രോയിഡൽ ആക്സിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഇക്വേഷൻ B × h³ / 36 ആണ് ഇക്വേഷൻ. ഓക്കെ, സോ BH³ / 36 വരും. സോ നമുക്ക് ബി എന്ന് പറയുന്ന വിഡ്ത്താണ്, അത് 80 ആണ്. എച്ച് എന്ന് പറയുന്ന ഹൈറ്റാണ്, അതിൻ്റെ ട്രയാങ്കിളിൻ്റെ 60 ആണ്. സോ 80 × 60³ / 36 അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 80 × 60³ / 36 ചെയ്യുമ്പോൾ 480 × 10⁻³ mm⁻⁴ വരും. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ് IG. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ട്രയാങ്കിൾ, ഈ സെയിം ട്രയാങ്കിളിൻ്റെ തന്നെ ഈ ബേസ് ബി സിയിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബേസ് ബി സിയിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടി. അപ്പം ബേസ് ബി സിയിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്, B × h³ / 12 ആണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ബേസ് ബി സി. സെൻട്രോയിഡൽ ആക്സിസ് ആണെങ്കിൽ എന്താണ് B × h³ / 36. ബേസ് ആണെങ്കിൽ BH³ / 12. ഓക്കെ, ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കാം, മറന്നു പോവാതെ പഠിച്ചു വെക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ അറിയെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ബേസിലൂടെയുള്ളയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെയുള്ളയും വാല്യൂസ് മറന്നു പോകാൻ പാടില്ല. ഓക്കെ, ഓർമ്മിക്കാനൊരു 36 ആണോ 12 ആണോ എന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം. നമ്മൾ എങ്ങനെയാണ് ഓക്കെ ഈ പ്രോബ്ലം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ BH³ / 12 ആണ് ബേസിലൂടെയുള്ളത്. ബി എന്ന് പറയുന്നത് 80, H എന്ന് പറയുന്നത് 60. സോ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും കിട്ടുക. വാല്യൂ എന്ന് പറയുന്നത് 11440 × 10⁻³ mm⁻⁴ ആണ് വരിക. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ബേസിലൂടെയും സെൻറ്റർ 36ഉം 12 എന്ന് പറയാം. പക്ഷേ ഏതാണ് 36 ഏതാണ് 12 എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ്. അപ്പോൾ ആ സെൻട്രോയിഡൽ ആക്സിസും ഇതതിൻ്റെ ബേസ് BC. ഓക്കെ, അപ്പോൾ ഈ സെൻട്രോയിഡൽ ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണെങ്കിൽ സെൻട്രോയിഡൽ ഈ ബേസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്, പാരലൽ ആക്സിസ് തിയറം പഠിച്ചിട്ട് നമ്മൾ എന്താ ഇക്വേഷൻ പഠിച്ചത്, I ഏതൊരു ആക്സിസിന് പാരലായിട്ടുള്ള ഈ ആക്സിസ് IBC = എന്താണ് IG + AH² എന്നാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത് അല്ലേ, പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട്. അതായത് സെൻട്രോയിഡൽ ആക്സിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് അറിയാമെങ്കിൽ അതിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് BC എന്ന് പറയുന്ന ആക്സിസ്. ഓക്കെ, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ പാരലൽ ആക്സിസ് BCയിലൂടെയുള്ള ആക്സിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഇക്വേഷൻ എന്താണ് പഠിച്ചത്, IBC = IG + AH² ആണ്. അതായത് IG + AH² ആണ് പഠിച്ചത്. IG എന്ന് പറയുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ്. അപ്പോൾ സെൻട്രോയിഡൽ ആക്സിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ കൂടെ ഒരു സം വാല്യൂ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പാരലൽ ആയിട്ടുള്ള വേറൊരു ആക്സിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പാരലൽ ആക്സിസ് IBC എന്ന് പറയുന്ന ആക്സിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ വാല്യൂ അപ്പോൾ IG-നേക്കാളും കൂടുതലായിരിക്കുമല്ലോ. IG + ഒരു വാല്യൂ ആണല്ലോ ചെയ്യുന്നത്, AH² എന്ന് പറയുന്ന വാല്യൂ ആണല്ലോ ചെയ്യുന്നത്. സോ എന്തായാലും IBC ആയിരിക്കും വലിയ വാല്യൂ, IG ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് /36 ഉണ്ട്, അതുപോലെ തന്നെ 12 ഉണ്ട്. അപ്പോൾ 1/36 ആണോ 1/12 ആണോ വലുത്, 1/12
12 അല്ലേ വലുത്. അപ്പോൾ IBC എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആയിരിക്കും BH³/12 എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയെങ്കിലും ചിന്തിക്കുക. അപ്പോൾ IG എന്ന് പറയുന്നത് എന്തായിരിക്കും? BH³/36 ആയിരിക്കും. ഓക്കെ, മാറിപ്പോകാൻ പാടില്ല, മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് BC എന്ന് പറയുന്ന ആക്സിസ്. സോ അതിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആയിരിക്കും IG-നേക്കാൾ വലിയ വാല്യൂ വരുന്നത്. സോ അത് /12 വരും. സോ BH³/12 ആണ് IBC എന്ന് പറയുന്നത്. IG എന്ന് പറയുന്നത് BH³/36. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഡിറ്റർമൈൻ ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ of a semicircular section of 100 mm diameter about its center of gravity and parallel to XX and YY axis. XX ആക്സിനും YY ആക്സിനും പാരലൽ ആയിട്ടുള്ള എക്സിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സെമി സർക്കിളിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെമി സർക്കിളിൻ്റെ കേസിൽ റേഡിയസ് 6 ആണെങ്കിൽ സെമി സർക്കിളിൻ്റെ കേസിൽ ഇതിൻ്റെ XX ആക്സിസ്, ഇതിൻ്റെ സെൻട്രോയിഡൽ XX ആക്സിസ്, സെൻട്രോയിഡൽ XX ആക്സിസ് ആണ്. ഇവിടെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി 4r/3π. അപ്പോൾ ഈ സെൻട്രോയിഡൽ XX ആക്സിസും ഈ സെൻട്രോയിഡൽ YY ആക്സിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെൻട്രോയിഡൽ XX ആക്സിലൂടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? 0.11 r/4 എന്നാണ് നമ്മൾ സെൻട്രോയിഡൽ XX ആക്സിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പഠിച്ചത്. 0.11 r/4. ആൻഡ് സെൻട്രോയിഡൽ YY ആക്സിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയും അതുപോലെ തന്നെ ഇതിൻ്റെ ബേസ് AB എന്ന് വിചാരിച്ചു. ഈ ബേസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയും ഈക്വൽ ആണ്. അത് നിങ്ങൾ ആ ബേസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ ഇക്വേഷൻ എഴുതിയ സ്ഥലത്ത് നോട്ടിൽ അത് എഴുതിയെടുക്കുക. നിങ്ങൾ = IYY എന്ന് കൂടി എഴുതി ചേർക്കണം കേട്ടോ. അതുകൂടി അവിടെ ആഡ് ചെയ്യാം. അതായത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ YY ആക്സിസ് ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഇറ്റ്സ് ബേസ് ആർ ഈക്വൽ. Its value is equal to 0.393 r/4. ഓക്കെ, 0.393 r/4 അതാണ് വാല്യൂ വരുന്നത്. അതായത് നമ്മുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ ബേസും അതുപോലെ തന്നെ അതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസും 0.393 r/4 ആണ് വാല്യൂ. ഒരു സെമി സർക്കിളിൻ്റെ കേസിൽ അതിൻ്റെ സെൻട്രോയിഡൽ X ആക്സിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ വാല്യൂ 0.11 r/4. ഓക്കെ, ഇനി അതിൻ്റെ ബേസ് AB എന്ന് പറയുന്ന ഈ ബേസിലൂടെയുള്ള ആക്സിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ വാല്യൂ 0.393 r/4. അത് തന്നെയാണ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ YY ആക്സിസ്, ദാറ്റ് ഈസ് IYY. That is IYY is equal to IAB is equal to 0.393 r/4. അപ്പം നിങ്ങൾ നേരത്തെ നമ്മുടെ നോട്ടിൽ എഴുതിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് ഈ IYY ഈക്വൽ ടു IAB എന്നുള്ള ഇതുകൂടി ആഡ് ചെയ്യാം. അവിടെ നമ്മൾ IABയിലൂടെയുള്ള വാല്യൂ ആണ് 0.393 r/4 എന്ന് എഴുതിയിരിക്കുന്നത്. IYY ഈക്വൽ ടു എന്ന് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അവിടെ ഒരു സെൻറ്റൻസ് എഴുതി വെക്കുക. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ YY ആക്സിസ് is equal to moment of inertia of the semicircular section about its base, that is IAB, is equal to 0.393 r/4. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. XX-ലും IYYൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ ഇക്വേഷൻ അറിയാം. R എന്ന് പറഞ്ഞ റേഡിയസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റേഡിയസ് എന്ന് പറയുന്നത് 100 mm ആണ്, ഡയമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ റേഡിയസ് എന്ന് പറയുന്നത് 50 mm ആയിരിക്കും. സോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. IXXനെ IYYൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസ് കിട്ടും. ഓക്കെ, അത് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹോളോ ട്രയാങ്കുലർ സെക്ഷൻ സിമെട്രിക്കൽ അബൌട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ്, സിമെട്രിക്കൽ ആണ്. ഫൈൻഡ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സെക്ഷൻ അബൌട്ട് ബേസ് BC. ബേസ് BCയിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഹോളോ ആണ്. നമുക്കറിയാം ബേസ് BCയിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? ബേസ് BCയിലുള്ള വാല്യൂ കൂടുതലായിരിക്കണം. സോ BH³/12 ആണ് വേണ്ടത് അല്ലേ? BH³/12 ആണ്. പക്ഷേ ഇവിടെ എന്താണ്? ഒരു ഹോളോ ആണ് സർക്കുലർ സെക്ഷൻ. സോ നമുക്ക് എന്താ വരിക? IBC is equal to എന്ത് വരും? ക്യാപിറ്റൽ എക്സ്റ്റേണൽ വിഡ്ത്ത്, എക്സ്റ്റേണൽ ഹൈറ്റിൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ 12 മൈനസ് ഇൻറ്റേർണൽ വിഡ്ത്ത്, ഇൻറ്റേർണൽ ഹൈറ്റിൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ 12 വരും. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബിയും ക്യാപിറ്റൽ ബിയും ക്യാപിറ്റൽ H സ്മോൾ ബിയും സ്മോൾ H ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വാല്യൂ വരുന്നത് 12.84 × 10⁻⁶ mm/4 ആണ് നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ ബേസ് ഹോളോ ട്രയാങ്കുലർ സെക്ഷൻ. ഇനി അതുപോലെ തന്നെ അടുത്തത് ഒരു ഹോളോ സർക്കുലർ സെക്ഷനാണ്. അതിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്ററും എക്സ്റ്റേണൽ ഡയമീറ്ററും തന്നിട്ടുണ്ട്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ ബേസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്.
നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ ബേസും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ വെർട്ടിക്കൽ വൈ ആക്സിസും ഈക്വൽ ആണ്. വാല്യൂ എന്ന് പറയുന്നത് IAB ഈസ് ഈക്വൽ ടു എന്താണ് 0.393 r⁴ എന്നാണ്. ഇവിടെ ഹോളോ ആയതുകൊണ്ട് 0.393 ക്യാപിറ്റൽ R⁴ മൈനസ് സ്മോൾ r⁴. ക്യാപിറ്റൽ R എക്സ്റ്റേണൽ ഡയമീറ്റർ, സ്മോൾ r എക്സ്റ്റേണൽ റേഡിയസ്, സ്മോൾ r ഇൻറ്റേർണൽ റേഡിയസ്. ഓക്കെ, കിട്ടുന്നത് 0.393 r⁴ മൈനസ് സ്മോൾ r⁴. അപ്പോൾ ഇൻറ്റേർണൽ റേഡിയസും എക്സ്റ്റേണൽ റേഡിയസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്, റേഡിയസ് എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയും ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു 8 പ്രോബ്ലംസ് ഉണ്ട്, വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ആ 8 പ്രോബ്ലംസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി കോമ്പോസിറ്റ് സെക്ഷൻ്റെ കേസിലാണ് നമുക്കിനി പറയാനുള്ളത്. അതായത് നമ്മുടെ ഐ സെക്ഷനോ കോമ്പോസിറ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ നോർമലായിട്ടുള്ള നമ്മളെ പ്ലെയിൻ സെക്ഷൻസ് ഉണ്ടല്ലോ, പ്ലെയിൻ ഏരിയാസ് ഉണ്ടല്ലോ, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, അതുപോലത്തെ സെക്ഷൻസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒന്നുകിൽ ഐ സെക്ഷൻസ്, അല്ലെങ്കിൽ എൽ സെക്ഷൻ, അല്ലെങ്കിൽ ടി സെക്ഷൻ, അല്ലെങ്കിൽ സി സെക്ഷൻ, അങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് കോമ്പോസിറ്റ് സെക്ഷൻ്റെ കേസിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും പ്രോബ്ലംസ് സ്വന്തമായിട്ട് നോട്ടിൽ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ.